നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനമായ ഭരണഘടനയെപ്പറ്റിയുള്ള പ്രധാന ചോദ്യങ്ങളാണ് പറയുന്നത്. വെൻ വാസ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോംഡ്? ഭരണഘടനാ നിർമ്മാണ സമിതി സ്ഥാപിതമായത് 1946 ഡിസംബർ 9-നാണ്. ഹൗ മെനി മെമ്പേഴ്സ് വെർ ദെയർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇനീഷ്യലി? ആദ്യ സമയത്ത് രൂപീകൃതമാകുന്ന സമയത്ത് 389 അംഗങ്ങളുണ്ടായിരുന്നു. പിന്നെ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ വിഭജിച്ചതിന് ശേഷം 299 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഹൗ മെനി വുമൺ വെയർ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 15 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ പ്രസിഡന്റ്. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ. വെൻ ഡിഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കം ഇൻ ടു എഫക്റ്റ്? 1950 ജാനുവരി 26-നാണ് നിലവിൽ വന്നത്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഗാർഡിയൻസ്. ഹു ടേക്സ് ആൻ ഓത്ത് ടു പ്രിസർവ്, പ്രൊട്ടക്റ്റ് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഇങ്ങനൊരു പ്രതിജ്ഞ എടുക്കുന്നത്. പ്രിസർവ്, പ്രൊട്ടക്റ്റ് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഹു പ്രോമിസസ് ടു ഫോളോ ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? അധികാരമേൽക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസ് പാലിച്ചോളാമെന്ന് പ്രതിജ്ഞ എടുക്കുന്നത് പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൂടാതെ ജഡ്ജിമാർ എന്നിവയാണ്. വാട്ട് ആർ ദ 3 ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? പ്രധാനമാണ്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇവ മൂന്നുമാണ് 3 ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ ലെജിസ്ലേച്ചർ? നിയമനിർമ്മാണ സഭയാണ്, നിയമം നിർമ്മിക്കുന്നു. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ എക്സിക്യൂട്ടീവ്? എക്സിക്യൂട്ടീവ് ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നു. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ ജുഡീഷ്യറി? ജുഡീഷ്യറി ഇൻ്റർപ്രസ് ദ ലോ. ഈ നിയമങ്ങളെ വ്യാഖ്യാനം ചെയ്യുന്നു. ഹൗ മെനി പാർട്സ് ആൻഡ് ഷെഡ്യൂൾസ് ഡിഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്യൂറിങ് ഫോർമേഷൻ? നിർമ്മാണ സമയത്ത് 22 പാർട്സും 8 ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു. നിലവിൽ 25 പാർട്സും 12 ഷെഡ്യൂൾസുമാണ് ഉള്ളത്. ഓർത്തിരിക്കണം, 25 പാർട്സും 12 ഷെഡ്യൂൾസും. വിച്ച് ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടേതാണ്.